എക്സ് പ്ലസ് 1 മൈനസ് ഐ ഹോൾ റൈസ് ടു 6 ഇൻ എക്സ് പ്ലസ് ഐ വൈ ഫോം. അപ്പം നമുക്കറിയാം 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ എന്നുള്ളത് 1 മൈനസ് 2i പ്ലസ് ഐ സ്ക്വയർ ആണ്. 1 മൈനസ് 2i പ്ലസ് ഐ സ്ക്വയർ ആണ്. അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് മൈനസ് 2i കിട്ടും. കാരണം ഐ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം -1 ആണ്. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1. 1 മൈനസ് 2i മൈനസ് 1 ഈക്വൽ ടു -2i. അപ്പോൾ 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ ആണ് എനിക്ക് -2i കിട്ടിയിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 മൈനസ് ഐ ഹോൾ റൈസ് ടു 6 ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത് 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ ദി ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. 1 മൈനസ് ഐ ഹോൾ സ്ക്വയർ ദി ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അതായത് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം എൻ ആണ്. എം ഇൻറ്റു എൻ, എ റൈസ് ടു എം എൻ ആണ്. അതുപോലെ ഇവിടെ 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 6 കിട്ടുമല്ലോ. അപ്പോൾ 1 മൈനസ് ഐ ഹോൾ റൈസ് ടു 6 ആണ് ഇത്. അപ്പോൾ 1 മൈനസ് ഐ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ -2i എന്നുള്ളതുണ്ട്. അപ്പോൾ -2i ദി ഹോൾ ക്യൂബ് എന്ന് എഴുതാം. 1 മൈനസ് ഐ സ്ക്വയർ -2i എന്ന് കൊടുത്തു, ദ ഹോൾ ക്യൂബ് കൊടുത്തു. ഇനി ഇതിനകത്ത് എന്താണ് -2 ഹോൾ ക്യൂബ് ഇൻറ്റു ഐ ക്യൂബാണ് ഇത്. ഇനി നമുക്ക് ഐ സ്ക്വയറിൻ്റെ വാല്യൂ അറിയാം. -2 ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് -8 ആണ്. -8 ഇൻറ്റു ഐ സ്ക്വയർ ഇൻറ്റു ഐ ആണിത്. അപ്പോൾ ഇതെന്താ -8 ഇൻറ്റു ഐ സ്ക്വയർ -1 ഇൻറ്റു ഐ, അതായത് 8i. മൈനസും പ്ലസ് ആയിപ്പോയി, 8 ഇൻറ്റു ഐ എന്നുള്ളത് കിട്ടി.